പര്യശിക്ഷയാ. കലിയുഗത്തിൻ്റെ ആദ്യത്തെ രാജാവാണ് പരീക്ഷിത്ത്. ധർമ്മപ്രകാരം രാജ്യഭരണം നടത്തുന്നു. എന്നാലും ജനങ്ങൾക്ക് ധർമ്മത്തിൽ കൂടുതൽ ശ്രദ്ധയില്ല, അധർമ്മത്തിലാണ് കൂടുതൽ ശ്രദ്ധ. ധർമ്മകാര്യം ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധ, ഒരു മടി വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഭാഗവതം കേട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് ഒരു മടിയും തോന്നാറുണ്ട്, ചിലപ്പോൾ ഉറക്കം വരാറുണ്ട്. ഇത് മൊബൈൽ നോക്കുമ്പോഴും ഒരു ഉറക്കം വരാറില്ല. രാത്രി 12 മണി വരെ തേച്ച് മണിക്കും. ഇതാ കാരണം, ഇതാണ് കലിയുഗത്തിൻ്റെ സ്വഭാവം. നല്ല കാര്യത്തിൽ അത്ര ശ്രദ്ധ ഉണ്ടാവില്ല. ഇതിന് കാരണം കലിയുഗത്തിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ആ കലിപുരുഷൻ നിഗ്രഹിക്കാൻ വിചാരിച്ച് പരീക്ഷിത്ത് പുറപ്പെട്ടു. അപ്പോൾ കലിപുരുഷനെ കണ്ടു. കലിപുരുഷൻ എങ്ങനെ നിൽക്കുന്നു? ഒരു കാളമാണ് അവിടെ നിൽക്കുന്നു. ആ കാളയുടെ 3 കാല് വെട്ടി 4ാമത്തെ കാല് വെട്ടാണ്ട് വാള് ഉയർത്തിരിക്കുന്നു. അടുത്ത ഒരു പശു കറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉടനെ പരീക്ഷിച്ച് അവിടെ വന്നു. ആ കാളയോട് ചോദിച്ചു, നിൻ്റെ കാല് വെട്ടിയ ആൾ ഇയാളാണോ? അപ്പോൾ ആ കാള പറയുന്നു, ഈ 3 കാലും പോയി ഞാൻ ദുഃഖിക്കാൻ എന്താണ് കാരണം? ഇതുവരെ എനിക്ക് പിടികിട്ടിട്ടില്ലേ. ദുഃഖത്തിന് കാരണമായിട്ട് പല കാരണം പറയാനുണ്ട് മഹാത്മാക്കൾ. ഒരാൾ പറയുന്നു കർമാവാണ്, ഒരാൾ പറയുന്നു കാളം, കർമ്മ, കാളം, നവഗ്രഹം എന്നൊക്കെ പല കാരണങ്ങൾ പറയാറുണ്ട്. മനസ്സാണ് കാരണം ചില ആളുകൾ പറയുന്നു. ഇത് ശരിയായ ദുഃഖത്തിന് കാരണം ഇതുവരെ എനിക്ക് പിടികിട്ടിട്ടില്ലേ. ഇപ്പം ഏതാണ് ശരിയായ കാരണം അത് സ്വയം കണ്ടുപിടിക്കൂ. അപ്പോഴാണ് അത്ഭുതപ്പെട്ടു പരീക്ഷിത്ത് പോകും. കാല് വെട്ടിയാൽ അടുത്ത് ഉണ്ടെങ്കിലും ആ കാല് ഇയാളാണ് എൻ്റെ കാല് വെട്ടിയെന്ന് പറഞ്ഞിട്ടില്ല. എന്താ കാരണം? പാപം ചെയ്തവരെ ചൂണ്ടിക്കാണിച്ചാൽ അതൊരു പാപമാണ്. യഥധർമ്മകൃതസ്ഥാനം സൂചകസ്യാപി തദ്ഭവേത്. ഉടനെ പരീക്ഷിച്ച് മനസ്സിലാക്കി, ഈ കാളയാണ് ശരിക്കും ധർമ്മദേവതയാണ്. അടുത്തിരിക്കുന്ന പശുവാണ് ഭൂമിദേവി. ധർമ്മത്തിനെയും ഭൂമിയും ദ്രോഹിക്കുന്ന രാജാവിൻ്റെ വേഷം ധരിച്ച് ഇയാളാണ് കലിപുരുഷൻ മനസ്സിലാക്കി. പരീക്ഷിത്ത് സ്വന്തം വാൾ ഉയർത്തി കലിപുരുഷനെ നിഗ്രഹിക്കാൻ പുറപ്പെട്ടപ്പോൾ കലിപുരുഷൻ പറഞ്ഞു, എനിക്ക് ഒരു 4 സ്ഥലം കൊടുത്തോളൂ, അവിടെ ഇരുന്ന് ഞാൻ ജപിച്ചോളാം. അപ്പോൾ 4 സ്ഥലം കൊടുത്തു. ജൂതം, പാണം, സ്ത്രീയ, സൂണ. ചൂത് കളിക്കുന്ന സ്ഥലം, മദ്യമിക്കുന്ന സ്ഥലം, വേശ്യാസ്ത്രീകൾ ഇരിക്കുന്ന സ്ഥലം, പിന്നെ ഹിംസ നടക്കുന്ന സ്ഥലം, പിന്നെ 4 സ്ഥലം കൊടുത്തു. അപ്പോൾ പരീക്ഷത്തോട് കലിപുരുഷൻ ചോദിക്കണം, ഒന്നുകൂടി വേണം. ഈ 4 കാര്യങ്ങൾക്ക് ചിലവാകുന്ന പൈസയും കൂടി എനിക്ക് സ്ഥാനമായിട്ട് വേണം. ശരി പറഞ്ഞ് ധർമ്മത്തിന് ചിലവാക്കാതെ പൈസയിൽ ഇരുന്നോളൂ എന്ന് കൊടുത്തു. 5 സ്ഥലം മേടിച്ച ഈ കലിപുരുഷൻ കാത്തിരിക്കുന്നു പരീക്ഷത്തിനെ പിടിക്കാൻ വേണ്ടി. ഒരു ദിവസം പരീക്ഷത്ത് നായാട്ടത്തിന് പോകുന്നു. ചില മഹാത്മാക്കൾ പറയുന്നു, ഭീമൻ ജരാസന്ധനെ നിഗ്രഹിച്ച ശേഷം അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ജരാസന്ധൻ്റെ കിരീടം കൂടി കൊണ്ടുവച്ചിരുന്നു. ഇന്ന് എന്തായി? പരീക്ഷിച്ച് നായാട്ടത്തിന് പോകുമ്പോൾ ഇന്ന് ഈ പുതിയ കിരീടം ധരിച്ചു പോകാൻ വിചാരിച്ച് ആ ജരാസന്ധൻ്റെ കിരീടം ധരിച്ചു പോയി എന്നാണ് പറയുന്നത്. ഒരു ദുഷ്ടൻ ഉപയോഗിച്ച സാധനം ഉപയോഗിച്ചാൽ നമുക്ക് ദുഷ്ട സ്വഭാവം ഉണ്ടാകും. അതുകൂടി ഇവിടെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ അത് ധരിച്ചു പോയപ്പോൾ എന്തായി? അടുത്ത് വെള്ളം ഉണ്ടെങ്കിലും നദിയിൽ അവിടെ വെള്ളം കുടിക്കാൻ തോന്നിയിട്ടില്ല. ദാഹിച്ച് വരുന്ന പരീക്ഷത്ത് അവിടെ ഒരു മഹാത്മാവിൻ്റെ ആശ്രമത്തിൽ ചെന്ന് സമീകരൻ്റെ അടുത്ത് ചെന്ന് കുടിക്കാൻ വെള്ളം കിട്ടുമോ ചോദിച്ചപ്പോൾ അദ്ദേഹം ഓണത്തിലിരിക്കുന്നു. ഇപ്പോൾ ദേഷ്യം കൊണ്ട് ചെയ്തു, അത് ചെത്ത് കിടന്ന ഒരു പാമ്പിനെടുത്ത് അദ്ദേഹത്തിൻ്റെ കഴുത്തിലിട്ടു. പരീക്ഷത്ത് മടങ്ങിപ്പോയി. ഈ വിഷയം മനസ്സിലാക്കിയ ആ മഹാത്മാവിൻ്റെ പുത്രൻ ശൃംഗി ഉടനെ ശാപം കൊടുത്തു. ഇതി ലംഘിതമര്യാദം തക്ഷക സപ്തമേഹനി ദന്ധ്യതി സ്മ കുളാങ്കാരം ചോദിതോ മേ തതദ്രുഢം. എൻ്റെ അച്ഛൻ്റെ ശരീരത്തിൽ പാമ്പിൻ്റെ ജലമെടുത്തിട്ട് ആ പരീക്ഷത്തിന് 7ാമത്തെ ദിവസം തക്ഷകൻ കടിക്കട്ടെ ശാപം കൊടുത്തു. ഈ ഉണ്ണി ശപിച്ചത് കൊണ്ട് തക്ഷകൻ സ്വന്തം ഡേയിൽ നോട്ട് ചെയ്ത് വെച്ചു. അല്ലെങ്കിൽ തക്ഷകൻ കടിച്ചില്ലെങ്കിൽ തക്ഷകനക്ക് ബുദ്ധിമുട്ടാവും. അതാണ് ആ ശക്തി, ഗായത്രി ജപത്തിൻ്റെ ശക്തി. അങ്ങനെ ശാപം കൊടുത്തു. അച്ഛൻ്റെ അടുത്ത് വന്ന് കരഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ശൃംഗിയോടും, ചെറിയ തെറ്റ് ചെയ്ത് പരീക്ഷത്തിന് ഇത്ര വലിയ ശിക്ഷ കൊടുത്തില്ലേ, നിൻ്റെ പാപത്തിന് ഭഗവാൻ ക്ഷമിക്കട്ടെ. ഭഗവാൻ സർവാത്മാ ക്ഷന്തുമരുഹതി എന്ന് പറഞ്ഞ് ഒരു ശിഷ്യനെ പറഞ്ഞു വിട്ടു. ഗൗരമുഖൻ പേരുടെ ശിഷ്യനോട് പറഞ്ഞു, പരീക്ഷത്തോട് വിഷയം അറിയിച്ചോളൂ.
7 ദിവസമേ ആയുസമുള്ളൂ. പരീക്ഷിത്ത് ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ, ഞാൻ അറിയാതെ ഒരു ബ്രാഹ്മണൻ്റെ കഴുത്തിൽ പാമ്പിൻ്റെ ശവശരീരം എടുത്തിട്ടു, എനിക്ക് ഒരു ശിക്ഷ തരണേന്ന് പരീക്ഷിത്ത് മനസ്സുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ ശിഷ്യൻ വന്ന് പറഞ്ഞു, 7ാമത്തെ ദിവസം തക്ഷകൻ കടിച്ച് നിനക്ക് മരണം. ഇത് കേട്ട അടുത്ത ക്ഷണം രാജ്യഭരണം ഉപേക്ഷിച്ചു നേരെ ഗംഗാതീരത്തിൽ എത്തിച്ചേർന്നു. ഇന്നും പരീക്ഷിത്ത് കഥ കേട്ട സ്ഥലം ശുഖസ്ഥൽ എന്ന സ്ഥലമുണ്ട്, ഡൽഹിയിൻ്റെ അടുത്താണ്. ഡൽഹിയിൽ നിന്ന് ഒരു 4-5 മണിക്കൂർ യാത്ര ചെന്നാൽ ശുക്രതാൽ എന്നാണ് പറയുന്നത്, ശുഖതാൽ എന്നാണ് അതിൻ്റെ പേര്. അവിടെ ചെന്നു പരീക്ഷിത്ത്. അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് പല മഹാത്മാക്കൾ അവിടെ എത്തിച്ചേർന്നു. എല്ലാവരോടും പ്രാർത്ഥിക്കുന്നു, ഗായത വിഷ്ണുഗാഥാഹ, എനിക്ക് ഭഗവാന്റെ കഥ പാടി കേൾപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും മൗനമായിരിക്കുന്നു. എന്താ കാരണം? അവർക്കറിയാം ഇവിടെ ശുക്കാചാര്യൻ വരും. അതിനിടെ എല്ലാവരും മൗനമായിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ശുകൻ ആവിർഭവിച്ചു. തത്രാഭവത് ഭഗവാൻ വ്യാസപുത്രഃ യദൃച്ഛയാഗാവടമാനോനപേക്ഷഃ അലക്ഷ്യലിംഗോ നിജലാഭതുഷ്ടഃ വൃതസ്ത്രീബാലൈഃ അവധൂതദേശഃ. ശുകാചാര്യൻ വന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നമസ്കരിക്കുന്നു. പിന്നെ ശുകാചാര്യനൊക്കെ ഒരു സ്ഥലം കൊടുത്തു. ശുകാചാര്യൻ ഇരുന്ന ശേഷം പരീക്ഷിച്ച് ചോദിക്കുന്നു, ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യണം? യത് ശ്രോതവ്യം അഥോ ജപ്യം യത് കർത്തവ്യം രവിപ്രഭോ സ്മർത്തവ്യം ഭജനീയം വാ ബ്രൂഹി യദ്വാ വിപര്യം. യത് ശ്രോതവ്യം, കേൾക്കേണ്ടത് എന്താണ്, ജപിക്കേണ്ടത് എന്താണ്, ചെയ്യേണ്ടത് എന്താണ്, സ്മരിക്കേണ്ടത് എന്താണ്, സേവിക്കേണ്ടത് എന്താണ്, പിന്നെ എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ കേൾക്കാൻ പാടില്ല, അതും കൂടി പറയണം. അത് ഇവിടെ ചോദിക്കുന്നു. 10 ചോദ്യം എന്ന് പറയാം. 5 എന്തൊക്കെ ചെയ്യണം, 5 എന്തൊക്കെ ചെയ്യാൻ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ പൊതുവായിട്ട് ചെയ്യേണ്ടത് എന്താണ്, ചെയ്യാൻ പാടില്ല എന്താണ് ചോദിച്ചപ്പോഴാണ് ആദ്യം പരീക്ഷത്തിൻ്റെ ചോദ്യം അഭിനന്ദനം ചെയ്തുകൊണ്ടാണ് ശുകാചാര്യൻ തുടങ്ങുന്നു. വരീയാൻ ഏഷതേ പ്രശ്ന, നല്ല ചോദ്യമാണ്. അദ്ദേഹം തുടങ്ങുന്നു. അതിൽ ആദ്യം ചെയ്ത ഉപദേശം, ഈ ജന്മം സഫലമാവണമെങ്കിൽ അന്ത്യസമയത്തിൽ നാരായണ ജപിക്കണം. ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. അന്ത്യസമയത്തിൽ നാരായണ ജപിക്കണം. അപ്പോൾ ഈ ശരീരം ഉപേക്ഷിക്കണം. അന്ത്യസമയത്തിലല്ലേ ജപിക്കണം, ഇപ്പോൾ ധൃതിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ സീരിയൽ നോക്കി എന്നിട്ട് അന്ത്യസമയത്തിൽ ജപിച്ചാൽ മതി വിചാരിക്കരുത്. എന്താ കാരണം? അന്ത്യസമയത്തിൽ ജപിക്കണം പറഞ്ഞാൽ ഇപ്പോൾ ജപിക്കാൻ തുടങ്ങിയാലേ അന്ത്യസമയത്തിൽ ജപിക്കാൻ പറ്റുള്ളൂ. രാമകൃഷ്ണപരമഹംസൻ കഥ പറയാറുണ്ട്. ഒരു കിളിയെ വിളിച്ച് അതിനെ രാമ രാമ പറഞ്ഞു കൊടുത്തു. ആ കിളി എപ്പോഴും രാമ രാമ ജപിച്ചുകൊണ്ടേയിരിക്കും. ഒരു ദിവസം പെട്ടെന്ന് പൂച്ച പിടിക്കാൻ വന്നപ്പോൾ കീന് അറിയാൻ തുടങ്ങി. എന്താ കാരണം? രാമ തുടങ്ങിയത് ഇപ്പോഴാണ്. ജന്മം തൊട്ട് തുടങ്ങിയാൽ ആ കീശം. അതുപോലെ നമ്മൾ ഇപ്പോഴാണ് നാരായണ തുടങ്ങിയിട്ടുള്ളൂ. ആദ്യം ജനിച്ചത് മുതൽ അയ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് അഭ്യാസം. അപ്പോൾ അന്ത്യസമയത്തിൽ യമൻ പിടിക്കിടുമ്പോൾ അയ്യോ ജപിച്ചു പോകും. അത് പറയാതെ നാരായണ ജപിക്കണമെങ്കിൽ അത് ഇപ്പോൾ തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കണം. അന്ത്യസമയത്തിലും നാരായണ ജപിക്കാൻ തോന്നണേ. പണ്ടൊക്കെ വീട്ടിൽ മരിക്കുന്ന പ്രായത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് സഹസ്രനാമം ജപിക്കാറുണ്ട്, കുറച്ച് ഗംഗാജലം വായിൽ ഒഴിക്കാറുണ്ട്. ഇപ്പോൾ അതുകൊണ്ടില്ലേ. ഇപ്പോൾ അന്ത്യസമയമായാലും ICU ഉണ്ടാക്കി. ICU പറഞ്ഞ അർത്ഥം ഭാഗ്യമുണ്ടെങ്കിൽ ICU, അതാണ് ICU. അവിടെ പോയാൽ പിന്നെ ഒരു ഗംഗാജലമോ പിന്നെ സഹസ്രനാമജപമോ ഒന്നും ഉണ്ടാക്കില്ലേ. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ നാമം ജപിച്ച് കഴിഞ്ഞാൽ അന്ത്യസമയത്തിൽ അത് ഭഗവാൻ സ്വീകരിച്ചോളും.